ഇന്ന് ഈ കേരളപ്പിറവി ദിനത്തിൽ സംസ്ഥാനത്തെ അതിദാരിദ്ര്യ വിമുക്തമാക്കും എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഈ ദശകത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പാണ്. സർക്കാർ കേരളത്തിലെ ജനങ്ങളെയാകെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. എന്ത് ശാസ്ത്രീയമായിട്ടുള്ള മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ പ്രഖ്യാപനം നടത്തുന്നത് എന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിയും സർക്കാരും തയ്യാറാകേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നിയമസഭയിൽ കൊടുത്തിട്ടുള്ള മറുപടി, ഷൊർണൂർ MLA ചോദിച്ച ചോദ്യത്തിന് സർക്കാർ കൊടുത്ത മറുപടി അനുസരിച്ച് കേരളത്തിൽ 6 ലക്ഷം അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട് എന്നാണ് ഔദ്യോഗികമായി സർക്കാർ തന്നെ പുറത്തിറക്കിയിട്ടുള്ള കണക്ക്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഈ 6 ലക്ഷം പേരും ദാരിദ്ര്യ വിമുക്തമായോ? അങ്ങനെയാണോ സർക്കാർ അവകാശപ്പെടുന്നത്? ഇന്നലെ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകുമ്പോൾ ബഹുമാനപ്പെട്ട തദ്ദേശ ഭരണ വകുപ്പിൻ്റെ മന്ത്രി അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ 1,54,000 അതിദരിദ്രരുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ അന്വേഷണത്തിലൂടെ 64,000 എന്ന് കണ്ടെത്തി. ആ 64,000 പേരെയും ദാരിദ്ര്യത്തിൽ വിമുക്തമാക്കി എന്നുള്ളതാണ് ഇന്നലെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി അവകാശപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു മാസം മുമ്പ് നിയമസഭയിലെ ചോദ്യത്തിന് മറുപടിയായി സർക്കാർ നൽകിയിട്ടുള്ള മറുപടി വ്യാജമായിരുന്നുവോ? 6 ലക്ഷത്തോളം അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർ കേരളത്തിലുണ്ട് എന്ന് നിയമസഭയിൽ കൊടുത്ത മറുപടി അത് വ്യാജമായ വ്യാജമായിരുന്നു. ബോധപൂർവം നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കാനാണോ മന്ത്രി തയ്യാറായത്? അതുകൊണ്ട് ഈ കാര്യത്തിൽ സർക്കാർ ഒളിച്ചുകളി അവസാനിപ്പിക്കണം. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനം അവസാനിപ്പിക്കാൻ വേണ്ടി ഈ സർക്കാർ തയ്യാറാവണം. നവംബർ 1 തന്നെ ഈ വലിയ തട്ടിപ്പ് പ്രഖ്യാപിക്കാൻ തിരഞ്ഞെടുത്തത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യമാണ്. നവംബർ 1 കേരളപ്പിറവി ദിനമാണ്, അല്ലാതെ ഇന്ന് ഏപ്രിൽ 1 അല്ല, ഇന്ന് വിഡ്ഢി ദിനമല്ല, ഇന്ന് തട്ടിപ്പും വെട്ടിപ്പും കളവും പറയേണ്ട ദിവസമല്ല. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ കേരളത്തിലെ ജനങ്ങളെ മുമ്പിൽ പുരോഗമനാത്മകരമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യമല്ലേ സർക്കാർ പറയേണ്ടത്? അതുവരെ തട്ടിപ്പ് പ്രഖ്യാപിച്ച് അതിൻ്റെ പ്രഖ്യാപനം നടത്തുകയാണ്. മാത്രമല്ല, നമ്മുടെ മുമ്പിലുള്ള എല്ലാ കണക്കുകളും എല്ലാ രേഖകളും എല്ലാ അനുഭവങ്ങളും സർക്കാരിൻ്റെ അവകാശവാദത്തിൽ 1% പോലും വസ്തുതയില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. എന്താണ് ഈ അതിദാരിദ്ര്യത്തിൻ്റെ മാനദണ്ഡം? സ്വന്തമായി വീടില്ലാത്തവരാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും കേരളത്തിൽ സ്വന്തമായി വീടില്ലാത്ത 10,000-കണക്കിന് ആളുകളുണ്ട്. ഓരോ ദിവസവും അത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. SC വിഭാഗം താമസിക്കുന്ന ഊരുക്കൾ, ആദിവാസി വിഭാഗം താമസിക്കുന്ന ഊരുക്കൾ, SC കോളനികളിലും ആദിവാസി ഊരുക്കളിലും 10,000-കണക്കിന് ആളുകൾ ഇപ്പോഴും സ്വന്തമായി വീടില്ലാത്തവരുണ്ട്. അവരെല്ലാവരും ദാരിദ്ര്യ വിമുക്തമായി എന്നാണോ സർക്കാരിൻ്റെ അവകാശവാദം? കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന അന്ത്യോദയ അന്നയോജന പ്രകാരം 54 ലക്ഷത്തിലേറെ ആളുകൾക്ക് സൗജന്യമായി കേരളത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അവരെല്ലാവരും ദാരിദ്ര്യ വിമുക്തരായി എന്നാണോ സർക്കാരിൻ്റെ അവകാശവാദം? അപ്പോൾ ഈ അവകാശവാദങ്ങളും സർക്കാരിൻ്റെ വാദങ്ങളൊന്നും പരസ്പരം പൊരുത്തപ്പെടുന്നതല്ല. മാത്രമല്ല, എല്ലാ കണക്കുകളും സൂചിപ്പിക്കുന്നത് കേരളം ദാരിദ്ര്യ വിമുക്തമാക്കാനുള്ള പരിശ്രമത്തിൽ ഏറ്റവും പുറകിലാണ് എന്നാണ്. വേൾഡ് ബാങ്ക് കഴിഞ്ഞ പ്രാവശ്യം പുറത്തിറക്കിയിട്ടുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിൽ ദാരിദ്ര്യ വിമുക്തമാക്കാൻ പരിശ്രമിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഈ റിപ്പോർട്ടിനോട് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതികരണം എന്താണ്? വേൾഡ് ബാങ്ക് പരിശോധനയുടെയും അന്വേഷണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുറത്തിറക്കിയിട്ടുള്ള കണക്കാണ്. മാത്രമല്ല, ഈ വേൾഡ് ബാങ്കിൻ്റെ ഈ റിപ്പോർട്ട് തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ ദാരിദ്ര്യ വിമുക്തമായവരുടെ എണ്ണം 2,77,000 പേർ മാത്രമാണ് എന്ന് ഈ വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ട് തന്നെ പറയുന്നത് കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ കണക്കാണ്. അപ്പോൾ 10 കൊല്ലക്കാലം 2,77,000 പേർ ദാരിദ്ര്യ വിമുക്തമാക്കി. അതിനുശേഷം കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നിയമസഭയിൽ 6 ലക്ഷം പേർ ഇനിയുമുണ്ട് എന്ന് സർക്കാർ കണക്ക് പറയുന്നു. എന്നിട്ട് ഒരു മാസം കൊണ്ട് ഇതെല്ലാം തേച്ചുമാച്ച് കേരളം ദാരിദ്ര്യ വിമുക്തമാണ് എന്ന് പറയുന്നതിൻ്റെ പൊള്ളത്തരം ജനം തിരിച്ചറിയും. ഇത് ശുദ്ധ തട്ടിപ്പാണ്. ഈ തട്ടിപ്പ് തിരിച്ചറിയാൻ തയ്യാറാവണം. MP രാജേഷ് ചോദിക്കുന്നത് കേട്ടു ഇന്നലെ,
ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ എന്തുകൊണ്ടാണ് ഇത് കൈവരിക്കാത്തത്? മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഈ തട്ടിപ്പ് നടത്തുന്നില്ല. നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് ഉത്തർപ്രദേശിൽ 6 കോടി ആളുകളാണ് ദാരിദ്ര്യവിമുക്തമായിട്ടുള്ളത്. 6 കോടി എന്ന് പറഞ്ഞാൽ എം പി രാജേഷ് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ ഇരട്ടിയാണ്. കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ ഇരട്ടിയിലധികം വരുന്ന ആളുകളെ, 6 കോടി ആളുകളെ ദാരിദ്ര്യവിമുക്തമാക്കിയുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതുകൊണ്ട് ഉത്തർപ്രദേശിൽ പോയി അവിടെ എങ്ങനെയാണ് ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് എന്ന് എം പി രാജേഷ് അന്വേഷിച്ച് കണ്ടു പഠിക്കട്ടെ. അതല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറയുകയല്ല ചെയ്തത്. അതുകൊണ്ട് ഈ തട്ടിപ്പ് ജനങ്ങൾ തിരിച്ചറിയും. ജനങ്ങളെ ഇങ്ങനെ മണ്ടന്മാരാക്കരുത്. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ മറ്റെന്തെങ്കിലും സൂത്രപ്പണികൾ ആലോചിക്കുക എന്നല്ലാതെ ജനങ്ങളെ മണ്ടന്മാരാക്കി തട്ടിപ്പ് പ്രഖ്യാപനം നടത്തി തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നുള്ള സർക്കാരിൻ്റെ വ്യാമോഹം മാത്രമാണ്. കേരളത്തിലെ ജനം ഇത് തിരിച്ചറിയും. ഈ ശുദ്ധ തട്ടിപ്പെതിരായിട്ട് വ്യാപകമായിട്ടുള്ള പ്രചരണത്തിന്, ഡാറ്റ നിരത്തിക്കൊണ്ട്, വസ്തുതകൾ നിരത്തിക്കൊണ്ടുള്ള പ്രചരണത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കും.